എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടൊരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ ബോട്ടിൽ എക്കാട്ടൺ ബോക്സ് ആണ് ഈ ചെറിയ ചെറിയ പീസുകളായിട്ട് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ എക്കാട്ടൺ ബോക്സിൽ മാത്രമായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ പെയിന്റ് ഇല്ലാത്ത ഭാഗത്തേക്കായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ബോട്ടിൽ ഫുള്ള് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ബോട്ടിൽ ഫുള്ള് ബ്ലൂ കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ ഗ്യാപ്പിലേക്ക് ഈ ബ്ലാക്ക് കളർ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അതായത് നമ്മൾ ബോർഡേഴ്സ് വരയ്ക്കില്ലേ, ആ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ ബോട്ടിൽ ഫുള്ള് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ബോട്ടിൽ ഫുള്ള് ബ്ലാക്ക് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു സിൽവർ കളർ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബോട്ടിലേക്ക് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ബോട്ടിൽ ഫുള്ള് ടച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് ക്ലേ എടുത്തിട്ടുണ്ട്. ഈ ക്ലേ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം ഇതുപോലെ കുറച്ചെടുത്തതിന് ശേഷം ഒരു പെറ്റൽസിന്റെ ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്ത് നമുക്ക് പെറ്റൽസിന്റെ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് 5 പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മൾ 5 പെറ്റൽസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൂക്കളുടെ നടുഭാഗത്തേക്കായിട്ട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്ലേ എടുത്തതിന് ശേഷം ഒരു ലീഫിന്റെ ഷേപ്പിൽ ഒന്ന് ചെയ്തെടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്ത് കറക്റ്റ് ഒരു ലീഫിന്റെ ഷേപ്പിലാക്കിയാൽ മതി. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു നൈഫ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇലയുടെ സ്ട്രക്ചറുകൾ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കുറേ ഇലകൾ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ നമ്മൾ കുറേ പെറ്റൽസും ഇലകളും ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഈ പൂക്കൾ ഓരോന്നായിട്ട് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ പെറ്റൽസും ഒട്ടിച്ചു കൊടുക്കാം.
അങ്ങനെ നമ്മൾ പെറ്റൽസുകളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ആ പൂമ്പൊടിയും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ബാക്കി പൂക്കളെല്ലാം ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ പൂക്കളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ലീഫുകളൂടെ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ലീഫുകൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കി എല്ലാ ലീഫുകളും ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ലീഫുകളെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെല്ലാം ഒന്ന് കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് പെറ്റൽസിനെല്ലാം പിങ്ക് കളറാണ് ഇവിടെ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ കളേഴ്സ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസിലും കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സ് എല്ലാം കളർ അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂമ്പൊടിക്ക് കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു യെല്ലോ കളറാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ എല്ലാ ഫ്ലവേഴ്സിലും ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഡോട്ടുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ഫ്ലവേഴ്സിലും ഡോട്ടുകൾ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫുള്ള് ബ്ലാക്ക് ഡോട്ടുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫുകൾക്ക് ഓരോന്നും കളർ കൊടുക്കുക. അപ്പോൾ ഒരു ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ലൈറ്റ് ഗ്രീൻ ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് ലീഫുകൾക്കും കളർ അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഫുള്ള് കളർ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാർണിഷൂടെയൊക്കെ അടിച്ചു കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും നമ്മുടെ ബോട്ടിൽ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.